നമസ്കാരം. വൈദ്യുതി നിരക്ക് തനിയെ പരിഷ്കരിക്കുന്ന സംവിധാനം വരുന്നു. വൈദ്യുതി നിരക്ക് കുത്തനെ കൂടാൻ വഴിയൊരുക്കുന്ന പുതിയ ദേശീയ വൈദ്യുതി നയത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. റെഗുലേറ്ററി കമ്മീഷനുകൾ നിരക്ക് കൂട്ടിയില്ലെങ്കിലും രാജ്യത്തെ എല്ലാ സാമ്പത്തിക വർഷവും നിരക്ക് സ്വമേധയാ കൂടുന്ന സംവിധാനം വേണമെന്നാണ് നിർദ്ദേശം. ദേശീയ വൈദ്യുതി നയത്തിന്റെ കരടിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശമുള്ളത്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനുകൾ നിരക്ക് പരിഷ്കരിച്ചില്ലെങ്കിലും നിശ്ചിത സൂചികയുമായി ബന്ധിപ്പിച്ച് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തനിയെ പുതുക്കൽ നടക്കും. വിതരണ കമ്പനിയും കമ്മീഷനും നിരക്ക് വർധന നടത്തിയില്ലെങ്കിലും വൈദ്യുതി നിരക്ക് ഉയരുമെന്നും ചുരുക്കം. വിതരണ കമ്പനികൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന്റെ ചെലവ് പ്രതിമാസ അടിസ്ഥാനത്തിൽ ഉപയോക്താവിന് കൈമാറാനും നിർദ്ദേശമുണ്ട്. വൈദ്യുതി വാങ്ങുന്നതിൽ കമ്പനികൾക്കുണ്ടാകുന്ന ചെലവിലെ വർധന റെഗുലേറ്ററി കമ്മീഷനുകളുടെ തീരുമാനമില്ലാതെ തന്നെ ഈടാക്കണം. വൈദ്യുതി വിതരണ ലൈനുകളിലൂടെ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് സ്വകാര്യ കമ്പനികളെയും അനുവദിക്കണം. നയത്തിന്റെ കരട് സംസ്ഥാനങ്ങളുടെ അഭിപ്രായത്തിന് അയച്ചു. വിതരണ കമ്പനികൾ സമർപ്പിക്കുന്ന വാർഷിക വരവ് ചെലവ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനുകളാണ് വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുന്നത്. എന്നാൽ കമ്മീഷനുകൾ നിശ്ചയിച്ചില്ലെങ്കിലും വർഷം തോറും നിരക്ക് കൂടുന്ന തരത്തിൽ ഇൻഡെക്സ് നിശ്ചയിക്കണമെന്നാണ് പുതിയ വൈദ്യുതി നയം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ കൂടി താൽപര്യം മനസ്സിലാക്കിയാണ് നിരക്കിന്റെ കാര്യത്തിൽ കമ്മീഷനുകൾ തീരുമാനമെടുക്കുന്നത്. ഇതിലാണ് മാറ്റം വരാൻ പോകുന്നത്. വൈദ്യുതി വാങ്ങൽ ചെലവ് കൂടുന്നതനുസരിച്ച് സർചാർജ് ചുമത്തുന്നതിൽ നിലവിലുള്ള നിയന്ത്രണങ്ങളും കരട് നയം അംഗീകരിച്ചാൽ ഇല്ലാതാവും. നിരക്ക് കൂട്ടുന്നതിൽ കമ്മീഷനുകളുടെ തീരുമാനം പലപ്പോഴും നീണ്ടുപോകുന്നത് വൈദ്യുതി വിതരണ കമ്പനികളുടെ നഷ്ടം ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിലാണ് പരിഷ്കരണ രീതിയിൽ നിർണായക മാറ്റത്തിന് കേന്ദ്രം ഒരുങ്ങുന്നത്. വിതരണ ചെലവ് പൂർണ്ണമായും പ്രതിഫലിക്കുന്ന തരത്തിൽ നിരക്ക് പുതുക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനും വിതരണ കമ്പനികളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമാണ് നിർദ്ദേശം. ഏപ്രിൽ 1 മുതൽ ചെലവ് പൂർണ്ണമായും നിരക്കിൽ പ്രതിഫലിക്കുന്നെന്ന് സംസ്ഥാന കമ്മീഷനുകൾ ഉറപ്പാക്കണം. കേരളത്തിൽ ഇപ്പോൾ സൗജന്യ വൈദ്യുതി നൽകുന്നതിന് സർക്കാർ നൽകേണ്ട സബ്സിഡി വൈദ്യുതി ബോർഡും സർക്കാരുമായുള്ള മറ്റു ബാധ്യതകളിൽ തട്ടിക്കിഴിക്കുകയാണ്. ഈ രീതി അവസാനിപ്പിക്കാനും നയം നിർദ്ദേശിക്കുന്നുണ്ട്. മുൻകൂർ സബ്സിഡി നൽകിയാൽ മാത്രമേ സൗജന്യ വൈദ്യുതി അനുവദിക്കാവൂ. എന്നാൽ കേന്ദ്രത്തിന്റെ പുതിയ നയം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്കുമേൽ അമിത ഭാരം ചുമത്താൻ വഴിയൊരുക്കും. സബ്സിഡി ഒഴിവാക്കാൻ നിർബന്ധിതമായാൽ അത് കേരളത്തിലെ വലിയ വിഭാഗം ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കും. ഒരു വിഭാഗത്തിന് കൂടുതൽ നിരക്ക് ചുമത്തി മറ്റു വിഭാഗങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന ക്രോസ് സബ്സിഡിയും ഒഴിവാക്കണം. സമവർത്തി പട്ടികയിലുള്ള വൈദ്യുതിയുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരത്തിന് കൂച്ചുവിലങ്ങിടുന്ന വ്യവസ്ഥകളാണ് പുതിയ നയത്തിലുള്ളതെന്ന് വിമർശനം ഉയർന്നു കഴിഞ്ഞു. എല്ലാം കേന്ദ്ര വൈദ്യുതി അതോറിറ്റിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. 2032ഓടെ 4.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കേന്ദ്ര നീക്കമെന്ന് കരട് നയം വിശദമാക്കുന്നു. വൈദ്യുതി വിതരണ കമ്പനികൾ വൈദ്യുതി വിതരണം നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായി ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. ഈ പദ്ധതികളുടെ ഏകോപന ചുമതല കേന്ദ്ര വൈദ്യുതി അതോറിറ്റിക്കായിരിക്കും. ക്രോസ് സബ്സിഡി സർചാർജിൽ നിന്ന് നിർമ്മാണ യൂണിറ്റുകൾ, റെയിൽവേ, മെട്രോ എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുടെ സ്ഥാപിത ശേഷി 4 ഇരട്ടി വർദ്ധിച്ചുവെന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. 2005 കേന്ദ്ര വൈദ്യുതി നയത്തിന് പകരമാണ് പുതിയ നയം കൊണ്ടുവരുന്നത്. ഇക്കാലയളവിലാണ് സ്ഥാപിത ശേഷി 4 ഇരട്ടിയായി വർദ്ധിച്ചത്. 2021ഓടെ സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായി. ആളോഹരി വൈദ്യുതി ഉപയോഗം 2024-25 1460 കിലോവാട്ട് അവറായി ഉയർന്നു. എങ്കിലും വിതരണ കമ്പനികളുടെ സഞ്ചിത നഷ്ടം 6.9 ലക്ഷം കോടി രൂപയാണ്.